നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ടി വിയിൽ നിറഞ്ഞു നിന്നിരുന്ന പരസ്യങ്ങളായിരുന്നു പോപ്പിയുടെയും ജോൺസിന്റെയും. അവര് തമ്മിൽ പരസ്യങ്ങളിലൂടെ ഏറ്റുമുട്ടുന്നത് നമ്മൾ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നു. എന്നാൽ അവര് ബിസിനസ് രംഗത്തെ രണ്ട് ശത്രുക്കൾ മാത്രമായിരുന്നില്ല, ഒരേ കുടുംബത്തിൽ നിന്ന് വന്ന സഹോദരന്മാരായിരുന്നു അവര്. ഓരോ സ്കൂൾ വെക്കേഷനിലും ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ തന്നെ ഏറ്റവും മികച്ച പരസ്യങ്ങൾ വെച്ചാണ് അവർ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. സെന്റ് ജോർജ് അംബ്രല മാർട്ട് എന്ന ഒരു ബ്രാൻഡ് സ്പ്ലിറ്റ് ആയിട്ടാണ് പോപ്പിയും ജോൺസും വരുന്നത്. 1954 കുടവാവച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തയ്യിൽ അബ്രഹാം വർഗീസ് ആണ് ഈ ബ്രാൻഡിന്റെ സ്ഥാപകൻ. ഒരു ചെറുകിട സംരംഭമായിരുന്നെങ്കിലും തന്റെ കുടയ്ക്ക് പീക്ക് ക്വാളിറ്റി വേണമെന്ന് പുള്ളിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബ്രാൻഡ് വളർന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കുട കമ്പനിയായി അദ്ദേഹം മാറി. തന്റെ ജീവിതകാലത്ത് ആ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെപ്പറ്റി പുള്ളിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എന്നാൽ തന്റെ മരണശേഷം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അതിനെപ്പറ്റി പുള്ളി അധികം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1968 അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കളായ ടി.വി. സ്കറിയയും അബ്രഹാം വർഗീസും ആ സ്ഥാപനം ഏറ്റെടുത്തു. കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ അവർ തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 1995 അത് സംഭവിച്ചു. സെന്റ് ജോർജ് അംബ്രല മാർട്ട് എന്ന ആ ഒരു ബ്രാൻഡ് രണ്ടായി പിളർന്നു. ടി.വി. സ്കറിയ പോപ്പി എന്ന ബ്രാൻഡും അബ്രഹാം തയ്യില് ജോൺസ് എന്ന ബ്രാൻഡും സ്ഥാപിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് പരസ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഒരു പരസ്യ യുദ്ധം. മഴ കുടകുട എന്ന പരസ്യത്തിലൂടെ പോപ്പി നമ്മൾ ആദ്യം ഞെട്ടിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ കുഞ്ഞാഞ്ഞ വന്നേ എന്ന പരസ്യത്തിലൂടെ ജോൺസിന്റെ മറുപടി. ഇതൊക്കെ വെറും പരസ്യങ്ങൾ മാത്രമായിരുന്നില്ല, തങ്ങളുടെ ബ്രാൻഡിനെ മലയാളികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി അവരുപയോഗിച്ച ആയുധങ്ങളായിരുന്നു ഇത്. മഴ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളികൾ പോപ്പിനെയും ജോൺസിനെയും ഓർക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പോപ്പി കൂടുതലും ലക്ഷ്യം വെച്ചിരുന്നത് കുട്ടികളെ ആയിരുന്നു. അങ്ങനെ പോപ്പിയുടെ ഭാഗത്തു നിന്നും അടുത്ത മൂവ് സംഭവിച്ചു. പോപ്പി അങ്കിൾ. പോപ്പി അങ്കിൾ എന്ന് പറയുമ്പോൾ അതൊരു ഫിക്ഷണൽ ക്യാരക്ടർ ആയിരുന്നു. കുട്ടികൾക്ക് അങ്കിളിനെ വിളിക്കാം, സംസാരിക്കാം, അതും വൻ വിജയമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ മാർക്കറ്റ് പോപ്പി കീഴടക്കാൻ തുടങ്ങി. എന്നാൽ ജോൺസ് ചിന്തിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. പോപ്പി കുട്ടികളുടെ മാർക്കറ്റിലേക്ക് അതീവ ശ്രദ്ധ കൊടുത്തപ്പോ മുതിർന്നവരുടെ മാർക്കറ്റില് ഒരു ശ്രദ്ധക്കുറവ് പ്രകടമായിരുന്നു. ആ ഒരു ചാൻസ് അപ്പൊ ജോൺസ് ക്യാപിറ്റലൈസ് ചെയ്തു. പിന്നീട് ജോൺസ് നീങ്ങിയത് ആ ഡയറക്ഷനിലായിരുന്നു. തങ്ങളുടെ കുട മുതിർന്നവർക്ക് എങ്ങനെ പ്രിയപ്പെട്ടതാക്കാം എന്നതായിരുന്നു അവരുടെ ചിന്ത. കുടയുടെ കനം കുറച്ചാലോ, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് പിടിച്ചാലോ. അങ്ങനെ തങ്ങളുടെ പ്രൊഡക്റ്റില് കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ജോൺസ് ശ്രമിച്ചു. ഇത് കണ്ടപ്പോ പോപ്പിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. ഇത് തന്നെയായിരുന്നു അവർ തമ്മിലുള്ള പ്രത്യേകത. രണ്ടിലൊരാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെ തങ്ങളുടെ പ്രൊഡക്റ്റില് കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പോപ്പി ശ്രമിച്ചു തുടങ്ങി. ആ ഒരു സമയമായപ്പോ പരസ്യങ്ങളിലെ കോമ്പറ്റീഷൻ മാറ്റിവെച്ച് തങ്ങളുടെ പ്രൊഡക്റ്റ് വെച്ച് കോമ്പീറ്റ് ചെയ്യാൻ അവർ ആരംഭിച്ചു. പോക്കറ്റിൽ ഒതുങ്ങുന്ന നാനോ കുടകള്, ഭയങ്കര കനം കുറഞ്ഞ ആറ്റം കുടകള്, 5 ഫോൾഡ് കുടകളൊക്കെ പുതിയ ചരിത്രമാവാൻ തുടങ്ങി. വീണ്ടും ടി വിയിൽ പരസ്യങ്ങൾ നിറയാൻ തുടങ്ങി. പക്ഷെ പണ്ടത്തെ പോലെ ജിംഗിൾസ് അല്ല, അവരുടെ പുതിയ ഇന്നോവേഷൻസ് ആയിരുന്നു അവർ മാർക്കറ്റ് ചെയ്തത്. ഇതിലൊന്നും ഒതുങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല. മാർക്കറ്റ് എങ്ങനെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാം എന്നവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് മാർവല്, DC, ഡിസ്നി ഇവരൊക്കെയായി കൊളാബറേറ്റ് ചെയ്ത് ബാറ്റ്മാൻ അംബ്രലാസ്, മാർവൽ സൂപ്പർ ഹീറോ കളക്ഷൻസ്, ഡിസ്നി എഡിഷൻ അംബ്രലാസ് ഇതൊക്കെ അവർ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ രണ്ടുപേർക്കും അപ്രതീക്ഷിതമായി തിരിച്ചടികൾ സംഭവിക്കാൻ തുടങ്ങി. ചൈനയിൽ നിന്നും കുടകളുടെ ഇമ്പോർട്ട് കൂടിയതോടെ അത് പോപ്പിയെയും ജോൺസിനെയും സാരമായി ബാധിച്ചു. കാരണം ചൈനീസ് കുടകൾക്ക് വില വളരെ കുറവായിരുന്നു. അപ്പൊ അവരുടെ മുൻപിൽ വന്ന ആദ്യത്തെ ആശയം കുടകളുടെ വില കുറയ്ക്കുക എന്നതായിരുന്നു. അവരത് ഒരിക്കലും ചെയ്തില്ല. കാരണം തങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ കുട കൂടുതൽ മികച്ചതാക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ ഒരു പോയിന്റില് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലോട്ട് അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമായി വന്നു. അതിനായി അവർ കണ്ടുപിടിച്ച വഴി പരസ്യങ്ങൾക്ക് വേണ്ടി ചിലവിട്ടിരുന്ന ആ ഒരു ബഡ്ജറ്റ് കുറയ്ക്കുകയായിരുന്നു. ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ പണ്ട് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ചിരുന്ന പോലത്തെ ആ പരസ്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഈ മത്സരങ്ങളുടെ ഒക്കെ ഒടുവില് കേരളത്തിന്റെ 70% മാർക്കറ്റ് ഷെയറും രണ്ടുപേരും ചേർന്ന് പിടിച്ചു. ഇന്ന് വർഷം തോറും 100 കോടിയിലധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളായി പോപ്പിയും ജോൺസും മാറി.